ചിലപ്പോ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടാവും ചേച്ചി. നിങ്ങൾക്കൊക്കെ ഇതെന്താ പറ്റിയത്? എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ കുഞ്ഞിന്റെ മരണം ഉൾക്കൊള്ളാൻ ഇപ്പോഴും എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും അത് തന്നെയാ സത്യം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കൽ ഇതുപോലെ ആരോ എന്തോ പറയുന്നത് കേട്ടിട്ട് അവൻ അന്വേഷിച്ച് ഞാൻ ഇറങ്ങിയതല്ലേ. അന്ന് ഞാൻ അമ്മയുടെ മുന്നിൽ വന്നെന്ന് പൊട്ടിക്കരഞ്ഞത് അമ്മ മറന്നുവോ? എനിക്ക് ജനിച്ചത് ചാപിള്ളയാണെന്ന് ആ സർട്ടിഫിക്കറ്റുകളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിച്ച അഭയടുത്തി എന്നെ ചതിച്ചു എന്ന് ഞാൻ വിശ്വസിക്കണം. ഒരിക്കൽ ഞാൻ എൻ്റെ ഏടത്തിയെ തെറ്റിദ്ധരിച്ചതാ. ഇനി രണ്ടാമതൊരിക്കൽ കൂടി എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. എന്റെ അഭയടുത്തി എന്നെ ചതിക്കില്ല. 100% എനിക്ക് ഏടത്തിയ വിശ്വാസ. എനിക്ക് ജനിച്ചത് ചാപിള്ളയാ, അതാ സത്യം. അത് മാത്രം സത്യം. ഹലോ, നമസ്കാരം. കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. താനൊരു സംഭവം തന്നെ കേട്ടാ. ഒരു പാവപ്പെട്ട പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരിക, അവളെ വീട്ടിലിട്ട് പീഡിപ്പിക്കുക, എന്നിട്ടൊരു കുട്ടിയുണ്ടായി കഴിഞ്ഞപ്പോ അത് തൻ്റേതല്ലെന്നും പറഞ്ഞ് പുറത്തു കൊണ്ടേ കളയുക. എന്തൊരു മനുഷ്യനാടോ താൻ! രാഷ്ട്രീയക്കാരെക്കാരും തൊളിക്കെട്ടിയാണോ തനിക്ക്? അതെ, താനെന്ന് ഇറങ്ങിപ്പോയെ. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അതിന് തനിക്കെന്താ? തന്റെ കൊള്ളരുതായ്മകളെ കുറിച്ച് കേട്ടപ്പോ എനിക്കൊരു കാര്യം ബോധ്യായി. ലീലാമ്മ ചേച്ചി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് താൻ തന്നെയാ. ഈ വീട്ടിൽ ആർക്കെങ്കിലും അത് ചെയ്യാനുള്ള ധൈര്യവും മനസ്സും ഉണ്ടെങ്കിൽ അത് തനിക്ക് മാത്രമേ ഉള്ളൂ. തന്നെ ഈ പ്രഭാകരൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. നാറ്റിച്ചു കളയും, നാറ്റിച്ച് നശിപ്പിച്ചു കളയും ഞാൻ. അല്ലെങ്കിൽ കണ്ടോ താൻ. എന്താ ഇവിടെ? മാടകൂടെ ഉണ്ടായിരുന്നോ? ചേരേണ്ടതേ ചേരുന്ന് പറയാ. എത്ര ശരിയാ. അല്ലെങ്കിൽ മീനാമ്പേച്ചിക്ക് മരപ്പട്ടിയല്ലേ എന്നും കൂട്ടായിട്ടുള്ളൂ. കഷ്ടം. അയാൾ എന്തൊക്കെയാ ഈ വിളിച്ചു പറഞ്ഞിട്ട് പോയത്? ആ ജോത്സ്യം പറഞ്ഞ കാര്യങ്ങള് അനന്തു ഇപ്പോഴും മനസ്സിലിട്ട് നടക്കുകയാണോ? ഇതൊക്കെ ആ ബാലാമണിയും ജോത്സ്യനും കൂടി ചേർന്നുള്ള നാടകമാ. ലീലാമ്മയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവള് തന്നെ അനന്തു. പിന്നെ ആ കുഞ്ഞിന്റെ കാര്യം, അത് കള്ളത്തരമാണെന്ന് കേൾക്കുമ്പോ തന്നെ അറിഞ്ഞൂടെ? ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അനന്തുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ബാലാമണി അതിനെയും കൊണ്ടല്ലേ അഴകത്തേക്ക് വരൂ. അത്രയും ചിന്തിച്ചാ മതി. നീ ഓരോ സമയത്തും നിന്റെ അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ആ കൺഫ്യൂസ്ഡാണ്. എവിടെയോ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്നൊരു തോന്നല്. അരവിന്ദേട്ടാ, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. ജോത്സ്യനെ വരുത്തി പ്രശ്നം വെച്ച് നോക്കിയാ ലീലാമ്മ എവിടെയാ ഉള്ളതെന്ന് മനസ്സിലാവും എന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് മനസ്സിലായല്ലോ. എന്റെ അരവിന്ദേട്ടാ, ലീലാമ്മയുടെ കാര്യം നോക്കാൻ വന്ന അയാള് ബാലാമണിയുടെ കുഞ്ഞിന്റെ കാര്യം പറയുമെന്ന് ഞാൻ എങ്ങനെ അറിയുന്നോ? എന്തായാലും ജോത്സ്യനുണ്ടായിരുന്ന വിശ്വാസവും പോയി. അയാള് പറഞ്ഞത് അങ്ങനെ അങ്ങ് തള്ളിക്കളയൊന്നും വേണ്ട. എടി, അയാള് പറഞ്ഞ കാര്യം ബാലാമണി പോലും വിശ്വസിച്ചിട്ടില്ല. എന്നിട്ട് നീ അത് വിശ്വസിക്കുക? എന്റെ മനസ്സില് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. നിന്റെ മണ്ടൻ തലയിൽ സംശയം മാത്രമല്ലേ ഉണ്ടാകത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എഴുന്നള്ളിച്ചോ. ഒരിക്കൽ അമ്മയെ കാണാൻ ഇവിടെ ഒരാൾ വന്നിരുന്നു. അത് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരു ഭ്രാന്തൻ. അയാള് അമ്മയ്ക്കൊരു കത്ത് കൊടുത്തു. അവര് തമ്മിൽ എന്താ സംസാരിച്ചെന്നൊന്നും എനിക്കറിയില്ല.
ആ സമയത്ത് അമ്മ എന്നെ ചായ എടുക്കാൻ വേണ്ടി അകത്തേക്ക് വിട്ടു. എന്നിട്ട് ഞാൻ ഇക്കാര്യം ഇതുപോലെ തന്നെ കവിതയോടും പറഞ്ഞതാ. എന്നിട്ട് അവളെന്താ ചെയ്തേ? എന്തോ നീ സ്ഥിരം ചെയ്യാറുള്ളത് പോലെ ആ വട്ട് ചിരിയും ചിരിച്ച് എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ട് നിൽക്കുന്ന കണ്ടു. പക്ഷേ ഇപ്പൊ എനിക്കൊരു സംശയം. അവൾ അന്ന് രാത്രി അമ്മയുടെ മുറിയിൽ കയറി ആ ലെറ്റർ എടുത്തിട്ടുണ്ടാവോ? ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നിനക്കെന്താ? ചിലപ്പോ ജോൽസിൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു തെളിവാണ് ആ ലെറ്റർ എങ്കിലോ? കവിതയുടെ മുറിയിന്ന് നാളെ തന്നെ ഞാൻ ആ ലെറ്റർ പൊക്കും. എന്തായാലും അത് ഇവിടെ കാണാതിരിക്കില്ല. ശ്ശേ. ആ ലെറ്റർ ഇത് തന്നെയാ. എന്താ എടുത്തി? ഒന്നുമില്ല. കവിത എന്റെ കയ്യിൽ നിന്ന് ഈ ആഴ്ചത്തെ വനിത വാങ്ങിച്ചോണ്ട് പോയായിരുന്നേ. അവള് അത് വായിച്ചു കഴിഞ്ഞെങ്കിൽ എടുത്തോണ്ട് പോകാൻ വന്നതാ. ഈ ഡ്രോയിലൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, കവിതയോട് പറഞ്ഞേക്കാം. വേണമെന്നില്ല, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വന്ന് എടുത്തോളാം. അതെ, ഈ വേസ്റ്റ് ബോക്സ് ആകെ നിറഞ്ഞിരിക്ക. ഞാൻ കൊണ്ടുപോയി കളഞ്ഞേക്കാം. വേണ്ട വേണ്ട, എടുത്തി അത് അവിടെ വെച്ചേക്കും. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോളാം. വേസ്റ്റ് റൂമിൽ വെച്ചേക്കാ ചെയ്യരുത്, അസുഖങ്ങൾ പിടിക്കും. ഇത് അപ്പപ്പോ കൊണ്ട് കത്തിച്ച് കളയണം. ഞാനിത് കത്തിച്ചിട്ട് വരാവേ. എടുത്തി എന്തേ? എടുത്തി അതിങ്ങ് തന്നേക്ക്. അയ്യോ, അത് കുഴപ്പമില്ലാനെന്തോ. അല്ല അത് വേണ്ട, ഞാൻ കത്തിച്ച് കളഞ്ഞോളാം. ഏട്ടത്തി ഈ അവസ്ഥയിൽ ഇത് ചെയ്യുന്നത് അരവിന്ദേട്ടൻ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആയിരിക്കും കുറ്റം പറയാം. അല്ല എന്തോ ഇത് ഞാനൊക്കെ. വേണ്ട വേണ്ട, ഞാൻ കത്തിച്ച് കളഞ്ഞോളാം. ഏട്ടത്തി ചെല്ല് ചെല്ല്. എന്തോ പ്രശ്നമുണ്ടല്ലോ, മൊത്തത്തിലൊരു പന്തികേട്. കുഞ്ഞ് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അമ്മയ്ക്ക് മാത്രമേ അത് പറഞ്ഞു തരാനും പറ്റൂ. ജോത്സ്യം പറഞ്ഞത് സത്യമായിരുന്നല്ലേ? ഒരുപാട് നേരത്തെ അമ്മ അത് അറിഞ്ഞിട്ടും ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ. ഈ കത്തിലൂടെ ഞാൻ എൻ്റെ മകനെ കുറിച്ച് അറിഞ്ഞത്. എന്ത്? നിന്റെ മകനോ? ബാലാമണിയുടെ മകൻ. അങ്ങനെ പറഞ്ഞാ മതി. അമ്മേ, അമ്മേ, അവൻ എൻ്റെ രക്തമാണ്, എൻ്റെ കുഞ്ഞ. ഒരു പാവം പെണ്ണിന്റെ ജീവിതം തകർത്തപ്പോൾ തോന്നാത്ത സഹതാപം അവളുടെ കുഞ്ഞിനോട് വേണ്ട. ആ കുഞ്ഞിന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും തോറ്റുപോയ ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതം കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു.
ആയിരട്ട് എന്നെ പൂർണ്ണമായിട്ട് വിഴുങ്ങുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ എനിക്ക് കിട്ടുന്ന ഒരിത്തിരി വെട്ടമാണ് ആ കുഞ്ഞ്. അവനിലൂടെ ഇനി എന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം കടന്നു വരും. അവൻ എവിടെയാ ഉള്ളതെന്ന് അമ്മയ്ക്കറിയാം. അമ്മ, എനിക്ക് ആ കുഞ്ഞിനെ ബാലമണിക്ക് തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അവളോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കണം അമ്മ. പറയാമ്മ, അവൻ എവിടെയാ ഉള്ളതെന്ന് അമ്മയ്ക്കറിയാം. അമ്മ പറ, അമ്മ അവനെ എവിടേക്കാ മാറ്റി നിർത്തിയിരിക്കുന്നത്? ഇവിടെ ഇനി അവനാരും ഒന്നും ചെയ്യില്ല. അവനെ രക്ഷിക്കാൻ ഞാനുണ്ട്. അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ട് പറയാമ്മ. അഭിരാമിയോട് പറഞ്ഞ് ആ കുഞ്ഞിനെ ബാലാമണിയുടെ അടുത്ത് നിന്നും മാറ്റിയത് ഞാനാ. അഭിരാമി അവനെ വളർത്താൻ ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്തു. അഭിരാമിക്ക് സുഖമില്ലാതായപ്പോൾ കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ച ആൾക്കാർ എന്നെ നേരിട്ട് വന്ന് കണ്ടു. അവരന്ന് കൊണ്ടുവന്ന ലെറ്ററാ നിന്റെ കയ്യിലിരിക്കുന്നത്. അവര് ചോദിക്കുന്ന പണം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ ഓരോ തവണയും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവരൊഴിഞ്ഞു മാറി. ഇപ്പോ ആ കത്തിൽ എഴുതിയിരിക്കുന്ന നമ്പറിലാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അഭിരാമിയും എന്നെയും അവർ ചതിക്കായിരുന്നു. എന്റെ ബാലാമണിയുടെ കുഞ്ഞിപ്പ് എവിടെയാണെന്ന് എനിക്കറിയില്ല. ഈ സാഹചര്യത്തിൽ നിനക്ക് അവനെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ അനന്തു? കഴിയുമമ്മേ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മോനെ അഴകത്തേക്ക് തിരിച്ചു കൊണ്ടുവരും. ബാലാമണിയെ ഏൽപ്പിക്കും. ഇനി ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോ ജോത്സ്യം പറഞ്ഞത് സത്യമാണെന്ന് അനന്തുവിന് ബോധ്യമായി. അതെ, ബാലാമണിയുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അനന്തു അറിഞ്ഞു. അമ്മയോട് അയാൾ അത് ചോദിക്കുകയും ചെയ്തു. ഇപ്പൊ അനന്തുവിന്റെ സ്റ്റാൻഡ് എന്താ? അയാൾ ആ കുഞ്ഞിനെ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കാതെ പിന്നെ? എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ആ കുഞ്ഞിനെ വീണ്ടെടുക്കണമെന്ന് അമ്മ അനന്തുവിനോട് പറയുകയും അയാൾ അത് സമ്മതിക്കുകയും ചെയ്തു. അല്ല, അനന്തു കുഞ്ഞിനെ അന്വേഷിച്ചിറങ്ങിയ കവിതയ്ക്ക് അതൊരു പ്രശ്നമാവില്ലേ? അയാൾ ആ കുഞ്ഞിനെ അന്വേഷിച്ചിറങ്ങുന്നതുകൊണ്ട് എനിക്കെന്താ പ്രശ്നം? കുഞ്ഞിനെ അനന്തുവിന്റെ കയ്യിൽ കിട്ടിയാലേ എനിക്ക് പ്രശ്നമുള്ളൂ. ഒരു കാരണവശാലും ആ കുഞ്ഞിനെ അനന്തുവിനോ ബാലാമണിക്കോ കിട്ടാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച പിന്നെ അഴകത്ത് എന്റെ പ്രസക്തി നഷ്ടപ്പെടും. ഞാൻ ആരുമല്ലാതാവും. കവിത ടെൻഷൻ അടിക്കാതെ. ബാലാമണിയുടെ കുഞ്ഞ് എവിടെയാ ഉള്ളതെന്ന് ബാലാമണിക്കോ അനന്തുവിനോ അറിയില്ല. പക്ഷേ അത് നമുക്കറിയാലോ. 50 ലക്ഷം രൂപ കൊടുത്താൽ രുക്മിണി ആ കുഞ്ഞിനെ നമുക്ക് തരും എന്ന് പറഞ്ഞാൽ ബാലാമണിയുടെ കുഞ്ഞ് പിന്നെ കവിതയ്ക്ക് സ്വന്തം. അതിനെ വളർത്തണോ കൊല്ലണോ എന്നൊക്കെ കവിതയ്ക്ക് തീരുമാനിക്കാം. ഞാനൊരു തീരുമാനം എടുത്ത് കഴിഞ്ഞു സോളമ. ആരാത്? ആരാ? ആരാത്? നിങ്ങളായിരുന്നോ? ബാലാമണി, പാതിരാത്രി എന്റെ മുറിയുടെ മുന്നിൽ ഒളിഞ്ഞു നിന്നതിന്റെ കാരണം എന്താ? ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓ, എന്താ ഉദ്ദേശം? അത് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്.
എന്ത് സംസാരിക്കാൻ? നിങ്ങൾക്ക് എന്നോട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന്? നമ്മുടെ മോൻ നമ്മുടെ മോനോ? നിങ്ങൾക്ക് ആ കുട്ടിയിൽ യാതൊരു അവകാശവും ഇല്ല. ചാപിള്ളയിൽ അവകാശം പറഞ്ഞു വന്നിട്ട് എന്താ കാര്യം? സ്നേഹിക്കേണ്ട സമയത്ത് നിങ്ങൾ എന്നെ സ്നേഹിച്ചില്ല, സംരക്ഷിക്കേണ്ട സമയത്ത് അതും ചെയ്തിട്ടില്ല, ഉപേക്ഷിച്ചു. ഇനി സഹതാപം കാട്ടി എന്നോട് അടുത്തുകൂടാൻ ശ്രമിക്കരുത്. വെറുപ്പല്ലാതെ മറ്റൊരു വികാരവും എനിക്ക് നിങ്ങളോട് തോന്നുന്നില്ല. മേലിൽ എന്റെ മുറിയുടെ വാതിൽക്കൽ ഇങ്ങനെ വന്ന് നിൽക്കരുത്. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ഇത് ആവർത്തിച്ചാൽ ബാലാമണി ആരാണെന്ന് നിങ്ങൾ അറിയും. ബാലാമണി, ഞാനൊന്ന് ബാലാമണി, നീ എന്തിനാ ഇങ്ങനെ ഇരട്ടത്തിരിക്കുന്നു? എന്താ അനന്തുവിന്റെ ഉദ്ദേശം? എന്ത്? എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് ബാലാമണിയോട് സെന്റിമെന്റ്സ് തോന്നാനുള്ള കാരണം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അവളോട് എനിക്കെന്തിനാ സെന്റിമെന്റ്സ്? ഒരു സെന്റിമെന്റ്സും ഇല്ലെങ്കിൽ പിന്നെന്തിനാ അനന്തു അവളുടെ മുറിയുടെ മുമ്പിൽ ചെന്ന് കാവൽ നിൽക്കുന്നത്? കാവലെന്നോ? നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കവിത? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതരുത്. അനന്തുവിന് നാണോ ഇല്ലേ? തിരിച്ചു വന്ന അന്ന് മുതൽ പുറകെ നടന്ന് അനന്തു അവളോട് മാപ്പ് പറയല്ലേ? അപ്പോഴൊക്കെ അനന്തുവിനെ അവൾ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നത് എന്തിനാ? അതോ ഇതിന്റെയൊക്കെ പിന്നില് മറ്റു വല്ല കാരണങ്ങളുണ്ടോ? ഞാൻ അറിയണ്ടാത്ത മറ്റു വല്ല കാരണങ്ങളും? ആ കുഞ്ഞിനെ ഓർത്തുള്ള സെന്റിമെന്റ്സ് ആണ് അനന്തുവിന് എങ്കിൽ അത് അനന്തുവിന്റെ നാശത്തിലെ അവസാനിക്കുമെന്ന് മനസ്സിലാക്കിക്കോ. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ബാലാമണി തന്നെ ജോത്സ്യനെ കൊണ്ട് പറയിപ്പിച്ചതാ. കവിത, എനിക്ക് ആരെ ഓർത്ത് ഒരു സെന്റിമെന്റ്സും ഇല്ല. അനന്തു, അമ്മേ, ഇന്ന് തന്നെ നീ പോയി അഭിരാമിയെ കാണണം. ആ കുഞ്ഞിനെ എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്ന് അഭിരാമിക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ അഭിയടത്തേക്ക് പോയി കാണാം. പക്ഷെ ഒരുപാട് ഞാൻ ഏട്ടത്തെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു പേടി മാത്രമേ ഉള്ളൂ. ഞാൻ പോയി ചോദിച്ചാൽ കുഞ്ഞിനെ കുറിച്ച് ഏട്ടത്തി പറയുമോ? ചിലപ്പോൾ ഏട്ടത്തി എന്നെ തെറ്റിദ്ധരിച്ചാലോ? അഭിരാമിയെ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ നീ ചിന്തിക്കുന്നത്. നിന്നെ അവൾ ഇപ്പോഴും അനിയന്റെ സ്ഥാനത്ത് തന്നെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെക്കുറിച്ച് നിന്നോട് പറയാൻ അവൾക്കൊരു മടിയും ഉണ്ടാവില്ല. എന്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ആ ചെല്ലപ്പൻ എന്ന് പറയുന്ന ആള് ഇതിനകം ഏട്ടത്തി പോയി കണ്ടിട്ടുണ്ടാവണം. അതെ, നന്മയുള്ളൊരു മനുഷ്യനയാളെന്ന് അഭിരാമി പറഞ്ഞിട്ടുണ്ട്. അയാൾ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ആത്മാർത്ഥമായി പല ആവർത്തി ശ്രമിച്ചതുമാണ്. ഭാഗ്യദോഷം ഒന്നുകൊണ്ടും മാത്രം ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടത്. കഴിഞ്ഞ കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ അമ്മ, പക്ഷെ ഇത്തവണ ദൈവം നമുക്കൊപ്പമായിരിക്കും. എൻ്റെ മോൻ എവിടെയുണ്ടെങ്കിലും അവനെ കണ്ടെത്തി ബാലാമണിക്ക് തിരിച്ചു കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയും. ചെല്ലപ്പനും കുഞ്ഞും ഇപ്പോൾ എവിടെയാണെന്ന് അഭിരാമിക്ക് അറിയാൻ പറ്റുമായിരിക്കും. അവരെന്തായാലും ഈ നാട്ടിലുണ്ടാവാൻ വഴിയില്ല. അഭിരാമി അവരിവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. അതെവിടെയാണെന്നാ നമുക്കിപ്പോൾ അറിയേണ്ടത്.